ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം ദിണ്ടിക്കലിൽ എത്തി മണി എന്ന ആളെ ചോദ്യം ചെയ്തു. ഇയാളോട് തിരുവനന്തപുരത്ത് ഹാജരാകാൻ സമൻസ് നൽകിയതായാണ് വിവരം. സ്വർണ്ണക്കൊള്ളക്കേസിൽ പേര് പരാമർശിക്കപ്പെട്ട ഡി മണി ഇയാൾ തന്നെയാണോ എന്നത് വ്യക്തമല്ല. താൻ ഡി മണിയല്ല MS മണിയാണെന്ന് ചോദ്യം ചെയ്യലിന് വിധേയനായ മണി എന്ന വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞു. பேர் மாறுறதுக்காக என்கொயரி பண்ணாங்க. அவங்க கேட்க கொஸ்டின் எல்லாம் கொடுத்துட்டேன். நீங்கள் இல்லை அப்படின்னு சொல்லிட்டு கிளம்பிட்டாங்க. இதான் நடந்தது. இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க, அது இல்லை. அவங்க சொல்லி இது வரைக்கும் கேரளா இருந்து போலீஸ் வந்திருக்காங்க. அவங்க யார்? SIT. என்ன கேஸ்? எந்த கேஸும் சொல்லவே இல்லை. சரி, உங்கள் மேலே ஒரு கமெண்ட் ஆயிருக்கு. அவங்க சொல்லி அந்த கமெண்ட்னா CBSI கோர்ட்லேருந்து வந்திருக்கு சொன்னாங்க. அவங்க கேட்குற கொஸ்டின் எல்லாமே நான் பார்த்துருக்கேன். என்ன கேட்டாங்க? കൂടുതൽ വിവരങ്ങളുമായി രജിത്തുണ്ട്. രജിത്ത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT ദിണ്ടിക്കലിൽ പോയി അവിടെ ഒരു മണിയെ ചോദ്യം ചെയ്തു എന്നാണ് അറിവ്. ഡി മണിയെ ചോദ്യം ചെയ്യുന്നു എന്നാണ് കേട്ടത്. ഇപ്പോൾ സംസാരിച്ചത് ഡി മണിയാണോ അതോ അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഡി മണി അല്ല MS മണിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരെയാണ് ഇവർ ചോദ്യം ചെയ്തത്? ആരാണ് യഥാർത്ഥ ഡി മണി? വിദേശ വ്യവസായം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ചെന്നൈയിലെത്തുകയും തുടർന്ന് ദിണ്ടിക്കലിലെത്തി ഡി മണി എന്ന് സംശയിക്കുന്ന MS മണിയെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഡി മണിയാണോ അതോ ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന ആൾ തന്നെയാണോ ഇയാൾ എന്ന ഒരു വിവരം പോലീസ് വ്യക്തത വരുത്തുന്നില്ല. നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം SIT സംഘം ഇവിടെ എത്തി ഇയാളുടെ വീട്ടിലും അതുപോലെ തന്നെ സ്ഥാപനത്തിലും റെയ്ഡ് നടത്തുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിലാണ് ഇയാളുടെ പേരുകളിൽ വ്യക്തത വരുത്തിയത്. നിലവിൽ ഇപ്പോൾ MS മണിയാണ് താൻ എന്നാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അതായത് അന്വേഷണ സംഘം എത്തി തന്നോട് ചോദ്യം ചെയ്തത് തന്റെ പേരിലെ വ്യക്തത വരുത്തുക എന്നതാണ് തങ്ങളുടെ വന്നതിന്റെ ഉദ്ദേശം എന്നാണ് അറിയിച്ചത് എന്നാണ് MS മണി വ്യക്തമാക്കിയത്. താൻ ഡി മണിയല്ല MS മണിയാണ് എന്ന കാര്യം വ്യക്തമാക്കി. ഒപ്പം തന്നെ ആവശ്യമായിട്ടുള്ള അവർ ചോദിച്ച വിവരങ്ങൾക്ക് മറുപടിയും നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ MS മണി വ്യക്തമാക്കിയിരിക്കുന്നത്. MS മണി പറയുന്നത് തനിക്ക് തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനുള്ള നോട്ടീസോ അല്ലെങ്കിൽ അറിയിപ്പോ ഒന്നും തന്നെ നൽകാതെയാണ് ഇവർ മടങ്ങിയത്. തങ്ങൾ അന്വേഷിച്ചു വന്ന ആൾ താനല്ല തങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരികെ പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ MS മണി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ഡി മണിയെ അന്വേഷിച്ചാണ് അന്വേഷണ സംഘം എത്തിയത്. ഡി മണിയും അതുപോലെ തന്നെ അയാളുടെ ഇടനിലക്കാരനായിട്ടുള്ള ശ്രീകൃഷ്ണനെയും വിദ്യുതനഗർ സ്വദേശിയായിട്ടുള്ള ശ്രീകൃഷ്ണനെയും അന്വേഷിച്ചാണ് അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് എത്തിയത്. ഇവരുടെ ഇടപാടുകളടക്കം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഡി മണിയുടെ എന്ന് പറയുന്ന നിലവിൽ ഇപ്പോൾ MS മണിയുടെ വീടുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഇടനിലക്കാരുടെ സ്ഥാപനത്തിലും അടക്കമാണ് പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. ഈ നേരത്തെ നമ്മോട് സംസാരിച്ച MS മണി എന്ന് പറയുന്ന ആൾ ഓട്ടോ മണി, പോപ്കോൺ മണി എന്നീ വിവിധ പേരുകളിൽ ഇയാൾ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ആളാണ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആൾ കൂടിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്ന വിവരം. ഈ വിവരങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇവർ MS മണിയുടെ അരികിലെത്തുകയും MS മണി തന്നെയാണോ ഡി മണി എന്ന് വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തിരികെ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓട്ടോ, റിയൽ എസ്റ്റേറ്റ്, ധനകാര്യ സ്ഥാപനം തുടങ്ങിയവ നടത്തുന്ന ആളാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി ചോദ്യം ചെയ്ത ആൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രജിത്ത്, ഒരു സംശയം. ഈ ഡി മണി എന്ന ആളെക്കുറിച്ച് നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വ്യവസായി രമേശ് ചെന്നിത്തലയോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഈ ഡി മണി എന്ന ആളെക്കുറിച്ചൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. SIT അയാളെ വിളിച്ച് ചോദ്യം ചെയ്തു എന്നും കേട്ടിരുന്നു. ഇപ്പോൾ അയാളുടെ സ്ഥാപനങ്ങളും വീടുമൊക്കെ റെയ്ഡ് ചെയ്തു ദിണ്ടിക്കലിലുള്ളത് എന്നും കേട്ടു. അയാളെ ചോദ്യം ചെയ്തു എന്നും കേട്ടു. ഇനിയിപ്പോൾ SITക്ക് ആള് മാറിയോ? ഇപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാൻ ഡി മണി അല്ല MS മണിയാണെന്ന്. ഇനിയിപ്പോൾ ഡി മണി എന്ന് തെറ്റിദ്ധരിച്ച് MS മണിയുടെ സ്ഥാപനങ്ങളിൽ പോയി റെയ്ഡ് നടത്തിയതാണോ? അങ്ങനെ സംഭവിക്കുമോ? ആര് പറയുന്നത് വിശ്വസിക്കണം? SITക്ക് തെറ്റിയോ? മായ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് അന്വേഷണ സംഘവും ചെയ്യുന്നത്. SIT സംഘം അവിടെ എത്തി ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇയാളുടെ സ്ഥാപനത്തിലടക്കം റെയ്ഡുകൾ നടത്തി അന്വേഷണ സംഘം വിവരങ്ങളും രേഖകളും അടക്കം ശേഖരിച്ചിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവയുടെ ഒരു വ്യക്തത ഇനി അന്വേഷണ സംഘം ഇതിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ MS മണി എന്ന് പറയുന്ന ആൾ തന്നെയാണോ ഡി മണി എന്ന് പറയപ്പെടുന്ന ആൾ ഡയമണ്ട് മണി എന്ന ഇയാൾക്ക് വിളിപ്പേരുണ്ടോ എന്ന കാര്യമടക്കം അന്വേഷണ സംഘത്തിന്റെ
പരിധിയിലാണ് ഇപ്പോഴും ഉള്ളത്. അവർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെങ്കിൽ ഇനിയും സമയമെടുക്കും. കാരണം റെയ്ഡുകളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇവരുടെ രേഖകളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ആ രേഖകളുടെയൊക്കെ അല്ലെങ്കിൽ ഈ ലഭിച്ചിട്ടുള്ള റെയ്ഡുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി അവ വിശകലനം ചെയ്താൽ മാത്രമേ ഡി മണി തന്നെയാണോ MS മണി എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവൂ. എന്തു തന്നെയായാലും അന്വേഷണ സംഘം ആദ്യം ഡി മണിയെ അന്വേഷിച്ച് ചെന്നൈയിലേക്കാണ് ചെന്നത്. ചെന്നൈയിൽ നിന്നും പിന്നീടാണ് ഇപ്പോൾ ഡിണ്ടിഗലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഡിണ്ടിഗലിൽ എത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് MS മണിയെയാണ്. എന്നാൽ ഈ MS മണി തന്നെയാണോ ഡി മണി എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇന്ന് നടന്നിട്ടുള്ള റെയ്ഡും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചുള്ള വിവരങ്ങളും ചേർത്ത് വെച്ച് വിശകലനം ചെയ്താൽ മാത്രമേ ഇത് ഡി മണി തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. ഡയമണ്ട് മണി എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഡയമണ്ട് മണി, ഒപ്പം തന്നെ ഓട്ടോ മണി, പോപ്കോൺ മണി എന്നീ വിവിധ പേരുകൾ ഇയാൾക്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളുള്ളത്. അത് ഈ വിവരങ്ങൾ കിട്ടിയ വിവരങ്ങൾ വെച്ചുള്ള വിശകലനത്തിന് ശേഷമായിരിക്കും ഈ ഒരു വ്യക്തത വരുത്തുക. ഒരു പക്ഷേ അന്വേഷണ സംഘം ഇനിയും ഈ MS മണിയെ തേടി ഇവിടേക്ക് ഡിണ്ടിഗലിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ട്. അതിന്റെ അന്വേഷണത്തിലാണ് SIT സംഘമുള്ളത്. അതിൽ ഒരാളെ ചോദ്യം ചെയ്യുക മാത്രമാണ്. നേരത്തെ ഇതുപോലെ അന്വേഷണ സംഘം ബെല്ലേരിയിൽ അടക്കമെത്തി ചോദ്യം ചെയ്യുകയും തുടർന്ന് അവരെ പിന്നീട് വിളിച്ചു വരുത്തി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയുമായിരുന്നു. നിലവിൽ ഇപ്പോൾ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വിശകലനം ചെയ്താൽ മാത്രമേ ഈ ഇപ്പോൾ ഉള്ള MS മണി തന്നെയാണോ ഡി മണി എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവും.